നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളും സുരക്ഷിതർ കണ്ടെത്തിയതായി തിരച്ചിലിനിറങ്ങിയ സംഘം. ഇന്നലെ വൈകിട്ട് പശുവിനെ തേടിയാണ് സ്ത്രീകൾ കാട്ടിലേക്ക് പോയത്. രാത്രിയിൽ പരിശോധനയ്ക്ക് കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും വെല്ലുവിളിയായി. ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം പ്രതിദിനം 80,000 എന്ന കണക്ക് പിന്നിട്ടു. ഇന്നലെ നടയടയ്ക്കും വരെ 18ാം പടി കയറിയത് 86,015 തീർത്ഥാടകർ. രാവിലെ 6 മണിവരെ പടി ചവിട്ടിയത് 21,665 പേർ. ഇപ്പോൾ സന്നിധാനത്തെത്തുന്നത് മണിക്കൂറിൽ 4,000-ഓളം തീർത്ഥാടകർ. ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിൽ തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾ പൊടി വിതറുന്നതും അനുവദിക്കേണ്ടെന്ന ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത് ശബരിമല തന്ത്രിയും മാളികപ്പുറം മേൽശാന്തിയും. കോടതി നിർദ്ദേശം പ്രായോഗികമായി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് മുൻകൈയെടുക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാനൊരുങ്ങി ദേവസ്വം ബോർഡ്. തൃപ്പൂണിത്തുറ ശ്രീപൂർണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി ഉത്തരവ് ഇന്ന്. ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ ഇളവ് തേടി ക്ഷേത്രം നൽകിയ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. ഉത്സവത്തിന് 15 ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി തേടിയാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ഹർജി. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിന് കാരണം അപേക്ഷകളുടെ യോഗ്യതാ നിബന്ധനകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച വീഴ്ച. 2017-നും 2020-നും ഇടയിൽ 9,021 പേർ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായാണ് CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യോഗ്യതയില്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്രമരഹിതമായി വിതരണം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടായതായും CAG റിപ്പോർട്ടിൽ പരാമർശം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും നാളെ മണ്ഡലത്തിലെത്തും. രാവിലെ 11-ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ഇരുവരും മുക്കത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. കരുളായി, വണ്ടൂർ, ഇടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്ക ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഞായറാഴ്ച മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളുണ്ട്. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടുകൊടുത്തവർ പ്രതിസന്ധിയിൽ. വീട് നിർമ്മിക്കാൻ എയർപോർട്ട് അതോറിറ്റി NOC നൽകാത്തതിനാൽ ദുരിതത്തിലായത് 400-ലധികം പേർ. NOC ലഭിക്കാത്തതിനാൽ നിർമ്മിച്ച വീടുകൾക്ക് നമ്പർ കിട്ടുന്നില്ലെന്നും പരാതി. എയർപോർട്ട് അതോറിറ്റിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിൽ. അസാധാരണ അംഗവൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ വേറെയും പരാതി. ഡോക്ടർ പുഷ്പ എടുത്ത പ്രസവത്തിൽ കുഞ്ഞിന്റെ തോളെല്ലും ഞരമ്പുകളും തകർന്നതായി രക്ഷിതാക്കൾ. 1.5 വയസ്സുള്ള കുട്ടിയുടെ കൈ ഭാഗികമായി തളർന്ന നിലയിലാണ്. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ചികിത്സയിലും പിഴവുണ്ടായി. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ തുടർ നടപടിയെടുത്തിട്ടില്ല. ദേശീയ വാർത്തകൾ. ഉത്തർപ്രദേശ് സംഭാൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പ്രാദേശിക സിവിൽ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജുമുഅ നമസ്കാരത്തിന് മുന്നോടിയായി പള്ളിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. പുറത്തുനിന്നുള്ളവർ മുൻകൂർ അനുമതിയില്ലാതെ സംഭാലിലേക്ക് പോകുന്നതിൽ നാളെ വരെ വിലക്കുണ്ട്. മുംബൈയിൽ എയർ ഇന്ത്യ പൈലറ്റ് സൃഷ്ടി തുലിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. യുവതിയുടെ പുരുഷ സുഹൃത്ത് ആദിത്യ പണ്ഡിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സൃഷ്ടിയുടെ കുടുംബം രംഗത്തെത്തി. നടന്നത് കൊലപാതകമാണെന്നും പിന്നിൽ ആദിത്യ പണ്ഡിറ്റാണെന്നും കുടുംബം ആരോപിച്ചു. യുവതിയെ ആദിത്യ പരസ്യമായി അപമാനിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും പണം തട്ടിയെടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു. മരണത്തിന് 15 മിനിറ്റ് മുമ്പ് സൃഷ്ടി തങ്ങളെ ഫോണിൽ വിളിച്ചതായും സന്തോഷവതിയായി സംസാരിച്ചെന്നതായും കുടുംബം പറഞ്ഞു. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നു. വായു നിലവാര സൂചിക 500 കടന്നു. പ്രതിസന്ധി മറികടക്കാൻ ശുദ്ധീകരിച്ച ഓക്സിജൻ വിലയ്ക്ക് വാങ്ങി ജനങ്ങൾ. 20 മിനിറ്റ് ശുദ്ധവായു ശ്വസിക്കുന്നതിന് ചിലവ് 299 മുതൽ 499 രൂപ വരെ. അന്താരാഷ്ട്ര വാർത്തകൾ. ലോക സർവമത സമ്മേളനം ഇന്ന് മുതൽ വത്തിക്കാനിൽ. ശ്രീനാരായണ ഗുരു നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് 3 ദിവസം നീളുന്ന സമ്മേളനം. ഇന്ന് വൈകിട്ട് 7-ന് സ്നേഹസംഗമത്തോടെ തുടക്കമാകും. നാളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവാദ പ്രഭാഷണം നടത്തും.
കൗമാരക്കാരിൽ സാമൂഹിക മാധ്യമ ഉപയോഗം കുറയ്ക്കാനുള്ള നിർണായക നിയമം പാസാക്കിയ ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ളവർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്ന ബില്ലാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കിയത്. ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഇരുസഭകളും ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. വ്യവസ്ഥകൾ ലംഘിക്കുന്ന പക്ഷം 5 കോടി ഓസ്ട്രേലിയൻ ഡോളറാണ് പിഴ. കായിക വാർത്ത. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഇക്കാര്യം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനെ അറിയിച്ചു. ICC യോഗം ഇന്ന് ചേരാനിരിക്കെയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് നിലപാട് വ്യക്തമാക്കിയത്. ടൂർണമെന്റ് നടക്കണമെങ്കിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം പുറത്തു നടത്തുന്ന ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കണമെന്നാണ് ICCയുടെ നിലപാട്. ചാമ്പ്യൻസ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് ലിവർപൂൾ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ലിവർപൂളിന്റെ വിജയം. ഇതുവരെയുള്ള 5 കളികളും ജയിച്ച ഒരേ ഒരു ടീമായി ലിവർപൂൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് കയറി. നോക്കാം പ്രാദേശിക വാർത്തകൾ. ആറ്റിങ്ങൽ ടൗണിലെ റോഡുകൾ തകർന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ആറ്റിങ്ങൽ BTS റോഡ്, ചിറ്റാറ്റിൻകര വലിയകുന്ന് റോഡ്, ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ റോഡ്, കച്ചേരി നടക്കരിച്ചിയിൽ റോഡ്, ചുടുകാട് റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതം സാധ്യമല്ലാതായി. ഉടൻ നടപടി വേണമെന്ന് പൊതുപ്രവർത്തകർ. ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.